ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളായി എൻ്റെ ടെറസിൻ്റെ മുകളിലെ കൃഷിയുടെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ട് കേട്ടോ. ഇതിപ്പോൾ കോവലിൻ്റെ ഒരു തണ്ടാണേ, നല്ലതുപോലെ പടർന്നൊക്കെ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴെ നട്ടിട്ട് നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് പടർത്തി വിട്ടേക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ 2.5 വർഷത്തോളമായി നമുക്ക് ഈ കോവയ്ക്ക് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നമ്മൾ ഇത് പ്രൂൺ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ വെട്ടിക്കൊടുത്തപ്പോൾ അതിന് ശേഷം ഇത് പിടിച്ചു വന്നേക്കുന്നതാണ്. അത് കാരണം നമ്മുടെ കായ്ഫലം കുറച്ച് കുറവാണ്. ഫസ്റ്റ് നമ്മൾ നട്ടിട്ട് ഉണ്ടാകുന്ന അത്രയും ഇത് നമുക്ക് രണ്ടാമത് തണ്ട് വെട്ടി മാറ്റിയിട്ട് പിന്നെ പിടിച്ചു വന്നതിൽ നമുക്ക് കിട്ടത്തില്ല കേട്ടോ. ആദ്യത്തെ വിള കിട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലതും. പിന്നെ ഇപ്പോൾ ഈ ഉണ്ടാവണ കോവക്കൊക്കെ തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കോവക്കയല്ല. കാരണം ആദ്യം ഉണ്ടായപ്പോൾ നല്ല മുഴുപ്പിലും നല്ല നീളത്തിലൊക്കെ ഉള്ള കോവക്ക നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ. കുറേ കോവക്ക കിട്ടുമായിരുന്നു. ഇപ്പോൾ കോവക്കൊക്കെ ഒരേ മുരടിപ്പാണ്, ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഉണ്ട പോലെയായിട്ട്. പിന്നെ അത് വലുതാവണില്ല. കുറേ കോവക്കകൾ നമുക്കിങ്ങനെ വെറുതെ വേസ്റ്റായി പോണേണ്, കിട്ടാത്ത മുരടിച്ച് മഞ്ഞപ്പൊക്കെ പിടിച്ച് പോണേണ്. പിന്നെ അതിൻ്റെ വള്ളികൾ തന്നെ പകുതി ആകുമ്പോഴത്തേനും അങ്ങോട്ട് ചുരുണ്ടങ്ങോട്ട് പോകും കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ നല്ലതുപോലെ പടർത്തി വിട്ടേക്കുന്നതാണ്. ഇപ്പോൾ വേനലിൻ്റെ സമയത്താണ് കോവക്ക നല്ലതുപോലെ ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് നമുക്കങ്ങനെ ഒരു കെയറിങ്ങിൻ്റെ ഒരു ആവശ്യമൊന്നും ഇല്ല കേട്ടോ. പുഴു വന്നാൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി. പിന്നെ ഫംഗസ് എന്തെങ്കിലും അങ്ങനെ വരാൻ സാധ്യത കുറവാണ് കോവലിന്. ഇത് ബോട്ടിലിൽ ഞാൻ നട്ടേക്കുന്നതാണ്. അതിനും ചെറിയൊരു മുരടിപ്പുണ്ട്. ഇത് കണ്ടോ, ഇവിടെ വെച്ച് അങ്ങോട്ട് ചുരുണ്ട് കൂടിയിട്ട് കുറേ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ നിൽക്കണേനെ. പിന്നെ ഇതിപ്പോൾ ഇന്ന് ഞാൻ പറിച്ചിട്ടില്ല, വൈകുന്നേരം ആകുമ്പോഴേ പറിക്കുള്ളൂ. ഞാനിപ്പോൾ രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്. വൈകുന്നേരം ആകുമ്പോഴേ കോവക്കയൊക്കെ പറിക്കത്തുള്ളൂ. എല്ലാ ദിവസവും നമുക്ക് കറി വെക്കാനുള്ള കോവക്കയൊക്കെ ഇട്ട് മെഴുക്ക് പുരട്ടി വെച്ചാലും ഫ്രൈ ചെയ്താലും പിന്നെ സാമ്പാറിലൊക്കെ ഇട്ട് വെക്കാൻ നമുക്ക് എടുക്കാമല്ലോ. ഇത് ഉണ്ടക്കോവക്കയാണ് കേട്ടോ. ഇവിടെ വെച്ചാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ ഭാഗത്ത് വെച്ചായിരിക്കും അതിൻ്റെ വേര് വന്നതും പിന്നെ മുള വന്നതൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് ഈ ഒരു പോർഷൻ വെച്ചാണ് ഞങ്ങൾ കട്ട് ചെയ്ത് അങ്ങോട്ട് ഫുൾ കട്ട് ചെയ്ത് കൊടുത്തിരുന്നത്. അവിടെ നിന്ന് അത് പിന്നെ പടർന്ന് കയറിയിരിക്കുന്ന ഒരു 2 മാസം കൊണ്ട് ഇതുപോലെ നല്ലതുപോലെ പടർന്നു വന്നു കേട്ടോ. പിന്നെ ഇത് തണ്ട് കണ്ടില്ലേ, ഇത്രയും കോവക്കയുടെ തണ്ടിന് വണ്ണം വെക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കാവുന്ന അത്രയും ആ തണ്ടിന് നല്ല വണ്ണം വെച്ചിട്ടുണ്ട്. മണ്ണിൽ നട്ടേക്കണത് കൊണ്ടായിരിക്കാം. നമ്മൾ ബക്കറ്റിലൊക്കെ ഇങ്ങനെ ടെറസിന് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം ഒന്നും അങ്ങനെ വളരത്തില്ല. എപ്പോഴും മണ്ണിൽ നടുന്നത് തന്നെയാണ് നമുക്ക് നല്ലത് കേട്ടോ. വേര് ഓടാനുള്ള ഒരു ഇത് കൂടുതലും മണ്ണിലാണ്. പിന്നെ വളങ്ങളൊക്കെ നാച്ചുറലായിട്ട് തന്നെയാണ് വളങ്ങൾ നമുക്ക് മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ വലിച്ചെടുക്കാനുള്ള ഇതുണ്ടല്ലോ. ഇവിടെ നിന്നാണ് ഞാൻ നട്ടു കൊടുത്തേക്കണത്. ഒറ്റ തണ്ടേ ഉള്ളൂ കേട്ടോ. ആ തണ്ടിൽ നിന്നാണ് ഇത് മൊത്തം ഇങ്ങനെ കയറി പോയേക്കണത്. സ്പ്ലിറ്റായിട്ട് ഇങ്ങനെ കയറിയിട്ടാണ് 2-3 ഇതായിട്ട് നമുക്ക് തോന്നണത് കേട്ടോ. പിന്നെ ഇതിനിപ്പോൾ ഒരു മഞ്ഞപ്പ് വന്നിട്ടുണ്ട്. കുറച്ച് നാളിപ്പോൾ 2.5 വർഷത്തോളം ആയാലും ഇത് നട്ടിട്ട്. അധികം നാൾ ഇതിനിപ്പോൾ നിൽക്കില്ലെന്നാണ് എനിക്ക് തോന്നണത്. കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊള്ള പോലെയായിട്ട് അതങ്ങോട്ട് ചുരുങ്ങി ഇങ്ങനെ ഉണങ്ങി പോകാൻ ചാൻസ് കൂടുതലാണ്. ഞങ്ങൾ പാഷൻ ഫ്രൂട്ടൊക്കെ നട്ടിട്ടും പിന്നെ പാവൊക്കെ നട്ടിട്ടൊക്കെ അതുപോലെ ഉണ്ടോ. ഈ തണ്ട് ഇങ്ങനെ ഉണങ്ങിപ്പോയാണ് അതൊക്കെ ചീത്തായി പോയേക്കണത്. പിന്നെ ഇതെല്ലാം അങ്ങനെ ഞാൻ കയറ് കെട്ടി വെച്ചേക്കണേ കേട്ടോ. ഞങ്ങൾക്ക് സ്പേസ് കുറവായത് കാരണമാണ് അങ്ങനെ ചെയ്തേക്കണത്. ഇപ്പോൾ ഒരു മഞ്ഞ കളർ വന്നേക്കണം കേട്ടോ, എന്താണെന്നറിയത്തില്ല. ഇനി വല്ല ഫംഗൽ ഇൻഫെക്ഷൻ ആണോ എന്ന് അറിയത്തില്ല. ഇതിപ്പോൾ ചാണകപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ മീതെ കൂടി അങ്ങ് മണ്ണിട്ട് മൂടിയേക്കണേ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേക്കും ഇവിടുന്ന് താഴേക്ക് ഇങ്ങനെ പോകും. ഉണക്ക ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണത്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഇച്ചിരി സ്ഥലമുള്ളു ഒരു കാച്ചിൽ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളക്കാച്ചിലാണേ. അതിങ്ങനെ പടർന്ന് ഇങ്ങനെ പോയേക്കണേണ്. അതിൻ്റെ പിന്നെ വലിയ കെയറിങ്ങിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. പിന്നെ മഞ്ഞളുണ്ട് അപ്പുറത്ത്, ഇഞ്ചിയും നട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ബൈ.